On this joyous occasion of our annual day celebration, we feel deeply honored to have among us a great personality whose wisdom, guidance, and blessings inspire us all, who embodies compassion, knowledge, and spiritual strength. It's indeed a moment of great privilege for all of us to be in the presence of Pujaniya Swamiji, Sri Viviktananda Saraswati Swamiji, Regional Head, Chinmaya Mission, Kerala. Now, by touching the foot of Swamiji, I kindly request Swamiji to address the gathering and shower us with blessings. Swamiji, please. Om Sri Ganeshaya Namaha. Om Sri Saraswatyai Namaha. Om Sri Chinmaya Satgurave Namaha. Om Sadashiva Samarambham Shankaracharya Madhyamam Asmadacharya Paryantam Vande Guru Paramparam. Mukam karoti vachalam pangum langhayate girim Yatkrupatamaham Vande Paramanandamadhavam. Paramanandamadhavam. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ നാഗേഷ് അവർ, ഇതിൻ്റെ രക്ഷകനും എല്ലാം ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന പറഞ്ഞു തന്ന ശ്രീ മഹാബലേശ്വര ഭട്ട് അവർ, പ്രിൻസിപ്പൽ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപികമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരി ഓം. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ സ്കൂൾ അങ്കണത്തിൽ വീണ്ടും കാലുകുത്തിയത്. With extreme delight and joy that I have come once again to this school. There is a reason for that. എൻ്റെ സന്തോഷത്തിന് ഒരു കാരണമുണ്ട്. വെറുതെ ഭംഗിവാക്ക് പറഞ്ഞതല്ല. കാരണം ഇത് ചൈതന്യ സ്കൂളാണ്. സനാതന സംസ്കൃതിയുടെ ചൈതന്യത്തിൻ്റെ അത്യന്തമായിട്ടുള്ള പ്രസരം ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ വന്ന് കയറിയതും കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാരായണം, അവരുടെ പ്രാർത്ഥന, ശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ഹൃദ്യമായിട്ടുള്ള രീതിയിൽ ചൊല്ലുന്നതാണ്. സർവേ ഛാത്രാഃ സംസ്കൃതം പഠന്തി സംസ്കൃതേ പ്രതിജ്ഞാമപി വദന്തി ബഹു സമ്യക് കാര്യമേതത്. ഇത് വളരെ സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. കുട്ടികൾ സംസ്കൃതത്തിൽ പ്രതിജ്ഞ ചൊല്ലുന്നു. അതുപോലെ സംസ്കൃതം ഇവിടെ KG ക്ലാസ് തൊട്ട് പഠിക്കുന്നു അല്ലേ. നമ്മുടെ സനാതന സംസ്കൃതിക്ക് ഇവിടെ ആഭിമുഖ്യമുള്ള ഏവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു സ്ഥാപനമാണ് ഈ ചൈതന്യ വിദ്യാലയം. കാരണം എന്തെന്നാൽ നമ്മുടെ തുറന്നു പറഞ്ഞാൽ, ഇഫ് ഐ സ്പീക്ക് വെരി ഫ്രാങ്ക്ലി, what Chinmaya Vidyalaya cannot do, things are being done here, honestly speaking. This is an admission of fact. We have certain limitations. നമുക്കവിടെ പല പരിമിതികളുണ്ട്. ഇവിടെ സനാതന സംസ്കൃതിയുടെ പാഠങ്ങൾ അത്ര തീവ്രതയോടുകൂടി ഇവിടെ അതിൻ്റെ പരിശീലനം നൽകുന്നുണ്ട്. ആചാരങ്ങൾ ഇതിൻ്റെ ഹെഡ്, ശിശുവിഹാർ ഹെഡ് എന്നതുപോലെ ആ സംസ്കൃതി, ആചാരം, വിചാരം, നമ്മുടെ ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ എല്ലാം കുട്ടികൾക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്കൃതി എന്ന് പറഞ്ഞ് പൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ അദ്ദേഹം അതിനെ നിർവചിച്ചിട്ടുണ്ട്. സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ചെറിയ സംഗതിയല്ല. ഹി ഹാസ് ഡിഫൈൻഡ് ഇറ്റ് ലൈക്ക് ദിസ്: എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ living in a geographical area for a long period of time, respecting and living certain values of life based on there emanates a fragrance which is called its culture. സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംസ്കൃതിയല്ല, സനാതന സംസ്കൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂവിഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തൊരു സ്ഥാപനമാണ്. അതിൽ ഇത്രമാത്രം കുട്ടികൾ ഇവിടെ വരുന്നു, രക്ഷിതാക്കൾ അവരെ ഇങ്ങോട്ട് അയക്കുന്നു. ആ കുട്ടികൾ ഇവിടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ കുട്ടികൾ സംസ്കൃതിയിലൂടെയാണ് വളരുന്നത്. സംസ്കൃതിയുടെ പാഠങ്ങൾ ആണ് അവർ ഉൾക്കൊള്ളുന്നത്, അതാണ് അവർ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഫ്രേഗ്രൻസ്, അതിൻ്റെ ആ സുഗന്ധം, സംസ്കൃതിയുടെ സൗരഭ്യം ഇവിടെ സുലഭമാണ്. സംസ്കൃതി എന്ന് പറഞ്ഞാൽ ആ ജീവിത മൂല്യങ്ങൾ, സനാതനധർമ്മത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോൾ ആണ് ആ സംസ്കൃതി ഓരോരുത്തരിൽ നിന്നും അഭിവ്യക്തമാകുന്നത്. അവരുടെ ചിന്തകളിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവൃത്തികളിൽ എല്ലായിടത്തും ആ സംസ്കൃതിയുടെ അനുരണനങ്ങൾ, അതിന് അഭിവ്യഞ്ജനം സംഭവിക്കുകയാണ്. ദേ എക്സ്പ്രസ് ദ സ്റ്റുഡൻസ്, ദേ എക്സ്പ്രസ് ഇറ്റ് ത്രൂ ദെയർ തോട്ട്സ്, ദെയർ തിങ്കിങ്, their words and deeds. This is not easily achieved. ഇത് ഇവിടെ പഠന രീതിയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ശാസ്ത്രമുണ്ട്. ഇതിൻ്റെ പിന്നൊരു വിഷനുണ്ട്. അത് നമ്മുടെ ശ്രീ നാഗേഷ് ആൻഡ് ടീം അവരുടെ ഒരു വിഷനാണ്. ആ വിഷൻ ആക്ഷനായിട്ട് ഇവിടെ വരുന്ന ഏരിയയാണ്. ഒരു വിഷൻ നമ്മുടെ സംസ്കൃതിയിലൂടെ എങ്ങനെ കുട്ടികളെ വളർത്തണം, ആ സംസ്കൃതി എങ്ങനെ അവരെക്കൊണ്ട് സ്വാംശീകരിപ്പിക്കണം, അവരുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ അവർക്ക് സാധിക്കണം. ഇത് ചെറുപ്പത്തിൽ കാച്ച് ദം യങ് എന്ന് പറയണല്ലേ, ചെറുപ്പകാലത്തിൽ നിങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. കാച്ച് ദം യങ്. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഈ സംസ്കൃതിയുടെ പാഠങ്ങൾ അവരിലേക്ക് ഏശില്ല, അവരുടെ മനസ്സുകളിൽ സന്നിവേശിക്കില്ല, സംക്രമിക്കില്ല. ചെറുപ്പത്തിലെ ആണെങ്കിൽ അവർ പഠിക്കും, പഠിച്ചതേ പാടൂ, ശീലിച്ചതേ പാലിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? സോ വൺസ് the habits are formed, the right habits are formed based on our Indian culture and spirituality, based on Sanatana Dharmic values, definitely it will go a long way in their lives to sustain them, to stand them in good stead, to make them face the challenges, the crises of life which they will have to meet in course of life. അപ്പം അങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ഏത് സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ശേഷിയും ക്ഷേമുഷിയും ഈ കുട്ടികൾക്ക് ലഭിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അവർ ശാക്തീകരിക്കപ്പെടുകയാണ്. ദേ ഗെറ്റ് എംപവേർഡ്. ഒരു എംപവർമെൻറ്റ് നടക്കുന്നുണ്ട്, സംസ്കൃതിയിലൂടെയുള്ള എംപവർമെൻറ്റ്, ശാക്തീകരണം. ഇപ്പം സംസ്കൃതിയുടെ പാഠങ്ങൾ പഠിക്കുന്നത് ഇപ്പം സ്തോത്രങ്ങൾ എത്ര മനോഹരമായിട്ടാണ് സരസ്വതി വന്ദനം, സരസ്വതി സ്തോത്രമൊക്കെ അവർ ചൊല്ലിയത്. യാകുന്ദേന്ദു തുഷാരഹാരധവള, ആ ഉച്ചാരണശുദ്ധി ഇത്ര മനോഹരമായിട്ടുള്ളത്. അപ്പം ഇനി ഭഗവത്ഗീത, ഇപ്പം ഞാൻ പ്രിൻസിപ്പളോട് പറയായിരുന്നു, ഈ നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, ആ ഒരു ടി വി ഉണ്ടായിരുന്നു, ടി വി സെറ്റ് ഓനിഡ, അറിയാമോ? ഓനിഡ ടി വി സെറ്റ് കേട്ടിട്ടുണ്ടോ? ഓനിഡ. അവർക്കൊരു സ്ലോഗനുണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. എന്താണെന്നറിയോ? ഓണേഴ്സ് പ്രൈഡ് ആൻഡ് നെയ്ബേഴ്സ് എൻവി. ഓണേഴ്സ് പ്രൈഡ് ആൻഡ് നെയ്ബേഴ്സ് എൻവി എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയുന്നത് മലയാളത്തിൽ? എന്താ? അതായത് ഉടമയുടെ അഹങ്കാരം, ഓണേഴ്സ് പ്രൈഡ്, അയൽക്കാരൻ്റെ അസൂയ. അതുപോലെയാണ് എനിക്ക് ചിലപ്പോൾ തോന്നുന്നത്. ഏതായാലും ഇവിടെ അതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്ന് കയറിയപ്പോഴേ വളരെ ഒരു ആനന്ദാനുഭവമായിട്ട് തോന്നിയത്. സംസ്കൃതി കുട്ടികൾക്ക് കൊടുക്കുന്നതിലൊരു രീതിശാസ്ത്രമുണ്ട്. അതാ അദ്ദേഹം ഇവിടുത്തെ ടീം, നാഗേഷ് ജി ആൻഡ് ഹിസ് ടീം ഒരു വെച്ചു പുലർത്തുന്നതാണ്. അത് ആദ്യം ശ്ലോകപാരായണം,
ശ്ലോക പരിചയം, സ്തോത്രമായിക്കൊള്ളട്ടെ, ഗീതയായിക്കൊള്ളട്ടെ, രാമായണമായിക്കൊള്ളട്ടെ, ആദ്യം ചെയ്യേണ്ടത് ശ്ലോക പരിചയം. അതിനുശേഷം ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥ പരിചയം. ലിറ്ററൽ മീനിങ് ഷുഡ് ബി ഗ്രാസ്പ്ഡ്. ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ മൂന്നാമത് ശ്ലോകാർത്ഥ സാരപരിചയം. ആ ശ്ലോകാർത്ഥത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഒരു സാരമുണ്ട്, ജീവിത സന്ദേശമുണ്ട്. ദർ ഇസ് എ ലൈഫ് മെസ്സേജ് ഇൻ ദാറ്റ്. ആ മെസ്സേജ് മനസ്സിലാക്കൽ, ശ്ലോകാർത്ഥ സാരഗ്രഹണം. ഇനി അത് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് ശ്ലോകാർത്ഥ സാര സ്വാംശീകരണം. സ്വജീവനെ സ്വാംശീകരണം. ഇപ്പോൾ ജീവിതത്തിൽ സ്വായത്തമാക്കുക, ബ്രിങ് ഇറ്റ് ഇൻ ടു അപ്ലൈ ഇറ്റ് ഇൻ അവർ ഓൺ ലൈഫ്. ഇപ്പം ഇങ്ങനെ ആ ബാലപാഠങ്ങൾ ശ്ലോക പരിചയം, ശ്ലോകാർത്ഥ ഗ്രഹണം, പിന്നെ ശ്ലോകാർത്ഥ സാരഗ്രഹണം, നാലാമത് ശ്ലോകാർത്ഥ സാര സ്വാംശീകരണം. ഇപ്പം ഈ 4 ഘട്ടങ്ങൾ കഴിയുമ്പോൾ വാസ്തവത്തിൽ കൾച്ചറലി മച്വേർഡ്, സാംസ്കാരികമായിട്ട് സംസ്കൃതിയിൽ പക്വത നേടിയിരിക്കുന്നു. സംസ്കൃതിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അങ്ങോളം ഒരു ആനന്ദോത്സവമാണ്. ജീവിതത്തെ ഒരു ആനന്ദോത്സവമാക്കാൻ സാധിക്കുന്നു. അത് വാസ്തവത്തിൽ അതിനുവേണ്ട കരുക്കളെല്ലാം ഈ മഹത്തായിട്ടുള്ള സ്ഥാപനം, ഈ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ, നാഗേഷിയുടെ അദ്ദേഹത്തിൻ്റെ ശ്രീമതി, അതുപോലെ തന്നെ ഇതിൻ്റെ രക്ഷകനായിട്ട് 2015 പ്രത്യക്ഷപ്പെട്ട ശ്രീ മഹാബലേശ്വര ഭട്ട്, അപ്പം ഇവരൊക്കെ കൂടെ ചേർന്ന് മഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കെല്ലാം എൻ്റെ നമോവാകം, അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യമാണ്. ഈ സ്ഥാപനം വളരണം, ഒരിക്കലും ഇത് നിലച്ചു പോകരുത്. രക്ഷിതാക്കൾ, വാസ്തവത്തിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൻ്റെ അംബാസഡേഴ്സ് ആവണം. Ambassadors, you become the spokesman for the school, because what are the things going on here? Therefore, I appeal to all of you, especially the parents, because you know what is happening here. That is why you keep sending your words here. So I appreciate all of you, and I also congratulate all of you. നമ്മുടെ കുട്ടികൾ ഇവിടെ പറഞ്ഞില്ലേ, എന്താ എൻ്റെ അസൂയക്ക് കാരണം, ഗീതാ ചാൻറ്റിങ് കോമ്പറ്റീഷനൊക്കെ ചൈതന്യ വിദ്യാലയമാണ് പലയിടത്തും ധാരാളം പ്രൈസസ് വാരിക്കൂട്ടുന്നത്. അതിന് എല്ലാ കുട്ടികൾക്കും, ഇവിടെയുള്ള എല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ട പരിശീലനം യഥോചിതമായിട്ടുള്ള രീതിയിൽ ഉച്ചാരണശുദ്ധിയോടുകൂടി, അക്ഷരശുദ്ധിയോടുകൂടി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപികമാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈ അവസരത്തിൽ. കാരണം അവരുടെ എല്ലാം പരിശ്രമ ഫലമായിട്ടാണ് കുട്ടികൾ ഇങ്ങനെയുള്ള സമ്മാനങ്ങൾ നേടുന്നത്. അതിന് പ്രിൻസിപ്പളെയും പ്രത്യേകം അനുമോദിക്കുന്നു. അവർക്ക് വേണ്ട യഥോചിതമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നത്. ഇവൻ കെ ജി സെക്ഷനിൽ തന്നെ പ്രൈസ് ഉണ്ടെന്നു അല്ലേ, വേദിക എന്ന് പറഞ്ഞില്ല? അതെ. അപ്പം ഇങ്ങനെ KG തൊട്ട് മുതിർന്ന ക്ലാസ്സുകൾ വരെ ഈ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവരുടെ ആധുനിക വിദ്യാഭ്യാസം നേടുന്നത്. അപ്പം along with the modern education where the science and technology is advancing greatly, along with that the cultural spiritual education is also imparted in this great institution. Therefore, this is to be sustained, and it should progress very well, like with the help of great men like Sri Mahabeleshwara Bhattji. And അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ, അഭ്യുദയകാംക്ഷികൾ മുന്നോട്ട് വരണം. ഇന്ന് ഈ ആനുവൽ ഡേ വാർഷികോത്സവം നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ സ്ഥാപനത്തിൽ കയറുമ്പോൾ തന്നെ ഈ ആധ്യാത്മികമായിട്ടുള്ള പാഠങ്ങൾ എവിടെയൊക്കെ നൽകുന്നുവോ, കുട്ടികളുടെ സച്ചിന്തകൾ അവർ എത്രമാത്രം പുലർത്തുന്നുവോ, അത്തരത്തിലുള്ളൊരു വാതാവരണത്തിലേക്ക്, ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ, അതിൻ്റെ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും. ആ വൈബ്രേഷൻസ് ഇവിടെ പ്രത്യക്ഷമായിട്ട് അനുഭവപ്പെടുന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ഏവരെയും ഈ സ്ഥാപനത്തിലേക്ക് കുട്ടികളെ അയക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഏതാനും ചില ആശയങ്ങൾ
പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ, അതിന് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനായി ഇതിൻ്റെ ഭാരവാഹികളോട്, ഇതിൻ്റെ മാനേജ്മെൻറ്റിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകന്മാർ, മാനേജ്മെൻറ്റ് അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പങ്കിട്ടുകൊണ്ട് വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.